പലരും വിട്ടുപോകുന്ന ഏറ്റവും വലിയ കാര്യമാണ് നല്ല TMT തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നിലനിർത്തുന്നതിൻ്റെ അവൻ്റെ ശരീരത്തിലെ എല്ലാമാണ്. അതുപോലെ തന്നെയാണ് ഒരു നല്ലൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ വീടിനെ നല്ല രീതിയിൽ നിലനിർത്തുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന TMTയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. TMT കമ്പി എന്ന് പറഞ്ഞാൽ പുതിയ ബില്ലറ്റ് ഉപയോഗിച്ച് അതിൽ നിന്നും നിർമ്മിക്കുന്ന തരം കമ്പികളാണ് TMT കമ്പി. ഇത് നമുക്ക് സ്ലാബിന് ഏറ്റവും ഗുണകരമായ സാധനമാണ്. പ്രത്യേകിച്ച് കൊറോഷൻ വരുന്നില്ല, ലോങ് ലൈഫ്, നമ്മുടെ സ്ലാബിന് ലോങ് ലൈഫാണ്. സാധാരണയായി ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്താറുള്ളത്. എന്നാൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരും വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരും ഗൗരവപരമായി കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വീട് നിർമ്മാണത്തിൽ നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ഇൻറ്റീരിയർ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കുന്നതിനാണ്. എന്നാൽ 50 വർഷത്തോളം വീട് നിൽക്കേണ്ടുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിനുപയോഗിക്കുന്ന കമ്പി കരാറുകാരോ കോൺക്രീറ്റ് പണിക്കാരോ സൈറ്റിലേക്ക് നേരിട്ട് എത്തിച്ചു തരികയായിരിക്കും പതിവ്. പലപ്പോഴും കമ്പി തിരഞ്ഞെടുക്കുന്നതിനുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് കരാറുകാരുടെ ഇത്തരം ചൂഷണത്തിന് നമ്മൾ ഇരയാകുന്നത്. എന്താണ് TMT ബാർസ്? അവയെ എങ്ങനെ തിരിച്ചറിയാം? അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണ് എന്നിവയെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റ് ഹോംസിൻ്റെ പുതുമ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിർമ്മാണ മേഖലയിലെ അവിഭാജ്യമായ ഘടകമാണ് തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് കമ്പികൾ. ഇതാണ് നമ്മൾ സാധാരണയായി സ്ലാബിന് ഉപയോഗിക്കുന്നത്. ഇതിന് ലോങ് ലൈഫാണ്. കാരണം നമ്മൾ ഈ ബില്ലറ്റ് ഉപയോഗിച്ച് പുതിയ ബില്ലറ്റ് കൊണ്ടുവന്ന് അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ് TMT കമ്പികൾ. അതേസമയം സ്ക്രാപ്പ് കൊണ്ടുവന്ന് അത് വീണ്ടും ഫർണസിലിട്ട് ഒരുക്കിയതിന് ശേഷം നിർമ്മിക്കുന്ന കമ്പികളാണ് സാധാരണ കമ്പികൾ. അതേസമയം TMT കമ്പി എന്ന് പറഞ്ഞാൽ പുതിയ ബില്ലറ്റ് ഉപയോഗിച്ച് അതിൽ നിന്നും നിർമ്മിക്കുന്ന തരം കമ്പികളാണ് TMT കമ്പികൾ. ഇത് നമുക്ക് സ്ലാബിന് ഏറ്റവും ഗുണകരമായ സാധനമാണ്. പ്രത്യേകിച്ച് കൊറോഷൻ വരുന്നില്ല, ലോങ് ലൈഫ്, നമ്മുടെ സ്ലാബിന് ലോങ് ലൈഫാണ്. കൊറോഷൻ സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വല്ല ക്രാക്കുകളോ വല്ലതും വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിൽ എയറും വെള്ളവുമായിട്ടുള്ള ടച്ച് വരുമ്പം കമ്പി തുരുമ്പിക്കാനും അതുപോലെ തന്നെ അത് ചീർത്ത് വന്ന് സ്ലാബിന് ക്രാക്ക് വരാനും പിന്നീട് കൊറോഷൻ സംഭവിക്കാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സ്ലാബിനുള്ള വീക്ക്നെസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും സ്ലാബിനൊക്കെ TMT 500 മാക്സിമം 500 വരെ ഉപയോഗിക്കാം. സാധാരണ വീടുകൾക്കൊക്കെ 500 FP 500 എന്നാണ് പറയുന്നത്. അത്തരം കമ്പികൾ നമുക്ക് ധാരാളമായി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു ബില്ലറ്റ് എങ്ങനെ കമ്പിയായി മാറുന്നു എന്ന പ്രോസസ്സ് നിങ്ങൾക്ക് വിശദമായി കാണാം. ഗുണനിലവാരമുള്ള റോ മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കുന്നതാണ് തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങളിലൊന്ന്. ശുദ്ധമായ സ്റ്റീൽ ബില്ലറ്റുകളാണ് TMT ബാറുകളുടെ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കേണ്ടത്. ഇത്തരം ബില്ലറ്റുകളിൽ എല്ലാ രാസപദാർത്ഥങ്ങളുടെയും മൂലകങ്ങളുടെയും സങ്കലനം വളരെ കൃത്യമായിരിക്കും. ഇത് ഉറപ്പുവരുത്തുന്നതിനായി കള്ളിയത്ത് TMTയുടെ ഈ ഫാക്ടറിയിൽ പ്രത്യേകം ലാബ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഓരോ ലോഡുകളും ഫാക്ടറിക്കകത്തേക്ക് കടത്തിവിടുന്നത്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ബില്ലറ്റുകൾ ക്രെയിനിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓട്ടോമാറ്റിക് ഫർണസ് മെഷീനിലേക്ക് കടത്തിവിടുന്നത്. തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ മികച്ച ഊർജ്ജക്ഷമത, കൺട്രോൾഡ് ഫയറിംഗ്, നിയന്ത്രിത മലിനീകരണം എന്നിവ സാധ്യമാക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റഡ് ഫർണസുകളുടെ സഹായത്തോടെ ഈ ബില്ലറ്റുകൾ ഉന്നത താപനിലയിലൂടെ കടത്തിവിടുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ബില്ലറ്റിൻ്റെ താപനില 1200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിന് സഹായിക്കുന്നത് ഫർണസ് ഓയിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ 1200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കടന്നു വരുന്ന ഈ ബില്ലറ്റുകൾ PLC കൺട്രോൾഡ് ഓട്ടോമേറ്റഡ് ഹൈ സ്പീഡ് റോളിംഗ് മില്ലിലേക്കാണ് കടത്തിവിടുന്നത്. ഈ കാണുന്ന ഓട്ടോമേറ്റഡ് ഹൈ സ്പീഡ് റോളിംഗ് മില്ല് ബില്ലറ്റിൻ്റെ താപനിലയെ കൃത്യമായിട്ട് നിലനിർത്തുകയും 23 പാസുകളിലൂടെ ബില്ലറ്റുകൾ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഈ പാസുകൾ കഴിഞ്ഞാലാണ് നമ്മൾ കാണുന്ന രീതിയിലെ TMT ബാറായിട്ട് മാറുന്നത്. കറക്റ്റ് ഷേപ്പും ദൃഢതയും വരുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. 40 സെക്കൻഡുകൾക്കുള്ളിലാണ് ഒരു ബില്ലറ്റ് TMT ബാറായിട്ട് പുറത്തു വരുന്നത്.
1200°C കടന്നു വരുന്ന ഓരോ ബില്ലറ്റുകളും 1 മുതൽ 23 വരെയുള്ള പാസുകൾ കടന്നിട്ടാണ് നമ്മൾ പുറമേക്ക് കാണുന്ന ഓരോ TMTയുടെ രൂപത്തിലേക്കായിട്ട് മാറി വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇത്രത്തോളം പാസിങ്ങിലൂടെ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളത്. നമ്മൾ പുറമേന്ന് കാണുന്ന ബില്ലറ്റും TMTയുടെ രൂപവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ ഓരോ പാസിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ കനം കുറഞ്ഞ് ഓരോ ബില്ലറ്റും നീളം കൂടി കൂടി വരുന്നത്. നമുക്ക് ഈ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓരോ പാസ് കഴിയുമ്പോഴും ഇതിൻ്റെ നീളം കൂടി കൂടി വരികയാണ്, കനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓരോരോ പാസുകളിലൂടെയും കടന്നു പോകുന്ന ബില്ലറ്റിൻ്റെ ടെമ്പറേച്ചറും മറ്റും പരിശോധിക്കുന്നതിനായിട്ട് ശീതീകരിച്ചിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് യൂണിറ്റുകളും ഈ ഫാക്ടറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 23 പാസുകളും കടന്നു വരുന്ന ബാറുകൾ 400 മുതൽ 450°C നിലവിലുണ്ടാവുക. പിന്നെ നേരിട്ട് കൊഞ്ചിങ് ബോക്സിലേക്കാണ് ഇവ എത്തുന്നത്. 4 ഭാഗത്തു നിന്നും തണുത്ത വെള്ളം ഏതു നേരവും സ്പ്രേ ചെയ്യുന്ന ഈ കൊഞ്ചിങ് ബോക്സിൽ നിന്ന് ബാറുകൾ 300°C ആയിട്ട് താഴുന്നുണ്ട്. തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്നതിലൂടെ ഈ കമ്പികളുടെ ഔട്ടർ ലെയറിന് ദൃഢത ലഭിക്കുന്നുണ്ട്. ഉൾഭാഗം താരതമ്യേന സോഫ്റ്റായി തന്നെ തുടരും ചെയ്യുന്നു. TMT ബാറിൻ്റെ ഈ ഒരു ഘടകമാണ് കമ്പി ബെൻഡ് ചെയ്യുന്നതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. കള്ളിയത്ത് TMTയുടെ ഈ ഫാക്ടറിയിൽ 6 mm മുതൽ 32 mm വരെയുള്ള TMT ബാറുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 23 പാസുകളിലൂടെയും ബില്ലറ്റ് കടന്നു പോകുമ്പോഴാണ് നമുക്ക് 6 mm TMT ബാറുകൾ ലഭിക്കുന്നത്. 13 പാസുകളിലൂടെ മാത്രമേ ബില്ലറ്റ് കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ 16 mm TMT ബാറുകളായിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് പാസുകൾ കൂടുന്തോറും TMT ബാറുകളുടെ ഡയമീറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കും. കൊഞ്ചിങ് ബോക്സിൽ നിന്ന് 300°C വരുന്ന ഈ സ്റ്റീൽ ബാറുകൾ ആവശ്യമായ അളവുകളിൽ കട്ട് ചെയ്ത ശേഷം എത്തുന്നത് ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡിലേക്കാണ്. ഇവിടെ 5 മുതൽ 8 മിനിറ്റ് വരെ അന്തരീക്ഷ താപനിലയുമായി പൊരുത്തപ്പെട്ട് പരസ്പരം ടച്ച് ചെയ്യാത്ത വിധത്തിൽ ഇവ കിടക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ടുള്ള ഈ ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡ് കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാവാനിടയുള്ള ഘടനാ വ്യത്യാസത്തെയും കോട്ടത്തെയും ഒക്കെ തടയുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇങ്ങനെ പുറത്തെത്തുന്ന TMT ബാറുകളിലെ ഓരോ ബാച്ചിലെയും തിരഞ്ഞെടുക്കുന്ന കമ്പികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള സംവിധാനവും കള്ളിയത്ത് ഗ്രൂപ്പിൻ്റെ ഈ ഫാക്ടറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു TMT ബാറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് അതിൻ്റെ TMT സ്ട്രക്ചറാണ്. നമ്മുടെ കള്ളിയത്ത് TMTയിൽ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ഷനും അതിൻ്റേതായ കോർ സ്ട്രക്ചർ നമ്മൾ ക്വഞ്ചിങ്ങിലൂടെ കൊണ്ടുവരാറുണ്ട്. ഇതിൽ വരുന്ന ആദ്യത്തെ ഇൻസൈഡ് കോർ എന്ന് പറയുന്നത് ഫെർലൈറ്റ് പിയർലൈറ്റ് സ്ട്രക്ചറും പുറത്ത് വരുന്നത് ഹാർഡ് മാർട്ടൻസൈൻ സ്ട്രക്ചറുമാണ്. ഇതാണ് ഇതിൻ്റെ ഈൽ സ്ട്രെങ്ത്തിനെ നിശ്ചയിക്കുന്നത്. ഇന്നർ സൈഡ് സോഫ്റ്റും ഔട്ടർ സൈഡ് കുറച്ച് ഹാർഡുമായിട്ടാണ് ക്വഞ്ചിങ് എന്ന പ്രോസസ്സ്. നമ്മൾ ഹൈഡ്രോമാക്സ് എന്ന് പറയുന്ന ക്വഞ്ചിങ് സിസ്റ്റത്തിലൂടെയാണ് ഈ ഒരു കോർ സിസ്റ്റത്തിലേക്ക് ഈ TMT ബാർസിനെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുന്നത്. ഏതൊരാളുടെയും ജീവിതത്തിലെ സുപ്രധാനമായ ഒന്നാണ് സ്വന്തമായൊരു വീടുണ്ടാക്കുക എന്നുള്ളത്. ആ വീടിൻ്റെ നട്ടെല്ലായി മാറേണ്ടുന്ന ഒന്നാണ് TMT ബാറുകൾ. അതിൻ്റെ ഉറപ്പും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് കള്ളിയത്ത് ഗ്രൂപ്പ് വേണ്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 12 മീറ്ററിൻ്റെ TMT ബാർ ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ച് ലോഡ് ചെയ്യാൻ പാകത്തിന് ബെൻഡ് ചെയ്ത് ടാഗ് ചെയ്യുന്നതോടുകൂടിയാണ് മുഴുവൻ പ്രോസസ്സും അവസാനിക്കുന്നത്. ഒരു പെല്ലറ്റ് TMT ബാർ ആകുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. TMT ബാറുകളെ സംബന്ധിച്ചുള്ള നമ്മുടെ സംശയങ്ങൾ തീർത്തു തരുന്നതിനായി 100 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള കള്ളിയത്ത് TMTയുടെ പാലക്കാട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ജനറൽ മാനേജർ ശ്രീ പ്രകാശ് ജോൺ നമ്മളോടൊപ്പം ചേരുന്നു. സാർ നമസ്കാരം. പില്ലറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിന് കള്ളിയത്ത് TMT ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒരു TMTയുടെ ഗുണമേന്മ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള ബില്ലറ്റ് അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സംശുദ്ധമായ ബില്ലറ്റ് ഉപയോഗിച്ചാണ് കള്ളിയത്ത് TMT ഉണ്ടാക്കുന്നത്. ഞങ്ങളത് മേടിക്കുന്നത് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബില്ലറ്റ് മാനുഫാക്ചറർ വൈശാഖ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നീ കമ്പനികളിൽ നിന്നാണ് നിങ്ങൾ ബില്ലറ്റ് മേടിക്കുന്നത്. ബില്ലറ്റിൻ മേടിക്കുമ്പോൾ തന്നെ ഇവിടെ കൊണ്ട് നമ്മുടെ ഫാക്ടറിക്കുള്ളിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ റിസീവിങ് ഇൻസ്പെക്ഷൻ നമ്മൾ നടത്താറുണ്ട്. നമ്മളുടെ ഒരു BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ അനുസരണ പ്രകാരമുള്ള അതിലെ കെമിക്കൽ കോമ്പോസിഷൻ മൂലകങ്ങളുടെ സംശുദ്ധ പെർസെൻറ്റേജ് അത് മാനദണ്ഡങ്ങൾ നോക്കിയാണ് നമ്മൾ ബില്ലറ്റ് തിരഞ്ഞെടുക്കുന്നത്. അവർ അനുശാസിക്കുന്ന എല്ലാ
മൂലഘടകങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് ആ നിബന്ധനകൾക്ക് വിധേയമായ ബില്ലറ്റുകൾ മാത്രമേ നമ്മൾ നമ്മുടെ TMT മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കാറുള്ളൂ. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ ബില്ലറ്റുകളും തിരിച്ചയക്കാറുണ്ട്. നമ്മളത് നമ്മുടെ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കാറില്ല. ഒരു TMTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എത്ര നല്ല ബില്ലറ്റുകൾ ഉപയോഗിക്കുന്നു എന്ന് ഉള്ളത് തന്നെയാണ്. മറ്റു പല കമ്പനികളും TMTയുടെ പേരിൽ ഉപയോഗിക്കുന്നത് നല്ല ബില്ലറ്റുകളല്ല, അവർ ഉപയോഗിക്കുന്നത് സ്ക്രാപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇൻഗോട്ടുകളാണ് സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മളൊരു TMT എന്ന് പറയുന്ന ഒരു ഗുണനിലവാരങ്ങളൊന്നും ആ TMTകൾ കിട്ടാറില്ല. തെർമോ മെക്കാനിക്കൽ ക്വഞ്ചിങ് എന്നുള്ളൊരു പ്രോസസ്സാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു TMT ആക്കി മാറ്റുന്നത്. ആ TMTയിൽ 3-4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഒന്ന്, അതിൻ്റെ ദൃഢത. അത് ഏത് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് പൊട്ടൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് TMT പൊട്ടാതിരിക്കുന്ന ചിലത് നല്ലതാണെന്ന് പറയുന്ന ചില മേസ്ത്രിമാരൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അതല്ല അതിൻ്റെ ദൃഢത. കൃത്യമായി ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ, ഒരു പ്രീ ഡിസൈൻഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ TMT പൊട്ടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അത് ബെൻഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, വെൽഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഏത് കാലാവസ്ഥയിലുള്ള ഏത് വ്യതിയാനങ്ങളെയും അത് പിടിച്ചു നിർത്താനുള്ള, അതിനെതിരെ അത് നിലനിർത്താനുള്ള ഒരു കഴിവും കൂടെ TMTക്ക് ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ TMT ആയിട്ട് മാറുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ നല്ലൊരു വീട് കെട്ടിപ്പടുക്കുന്നുള്ള, അതിൻ്റെ ജീവിതത്തിൻ്റെ 40% നമ്മളുടെ വരുമാനം ഉപയോഗിക്കുന്നത് നല്ലൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ സ്വപ്നമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും നമ്മൾ നിർമ്മിക്കുന്ന വീട് അത് ഏറ്റവും നൂതനവും ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും നല്ല രീതിയിൽ നിർമ്മിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾ TMT തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും വിട്ടുപോകുന്ന ഏറ്റവും വലിയ കാര്യമാണ് നല്ല TMT തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നിലനിർത്തുന്നതിൻ്റെ അവൻ്റെ ശരീരത്തിലെ എല്ലാമാണ്. അതുപോലെ തന്നെയാണ് ഒരു നല്ലൊരു ബിൽഡിംഗ്, നല്ലൊരു വീടിനെ നല്ല രീതിയിൽ നിലനിർത്തുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന TMTയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ TMTയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് അതിൻ്റെ സ്ട്രെയിറ്റ്നെസ്, അതിൻ്റെ റിബിൻ്റെ സൈസ്, അതിൻ്റെ സെക്ഷൻ വെയിറ്റ്, ഒരു മീറ്ററിന് ഇത്ര വെയിറ്റ് വേണം എന്നുള്ള ഒരുപാട് BIS സ്റ്റാൻഡേർഡിൻ്റെ കുറേ നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് കള്ളിയത്ത് TMT നിർമ്മിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യങ്ങളാണ്. സാധാരണക്കാരായ ജനങ്ങൾ TMT ബാറുകൾ തിരിച്ചറിയുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കടയിൽ പോയി TMT മേടിക്കുമ്പോൾ, ഒരു കമ്പി എടുത്ത് നോക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒന്ന്, ആ കമ്പി മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ പേരുണ്ടാവും. 2, ISI മാർക്ക്. അത് BIS എന്ന് പറയും. BISൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ്. അത് കൂടാതെ ഒരു CML നമ്പർ ഉണ്ടാവും. CML നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ചെയ്യുന്ന ഒരു നമ്പറാണ്. ഓരോ കമ്പനികൾക്ക് ഇഷ്യൂ ചെയ്യുന്ന നമ്പറാണ്. ഈ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സൈസുകൾ ഏതൊക്കെയാണ് വരുന്നത്? ഈ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത് 6 mm മുതൽ 32 mm വരെയുള്ള TMT ബാറുകൾ ഇവിടെ നിർമ്മിക്കാറ്. എല്ലാ സൈസും ഇവിടെ ഉപയോഗിക്കാറാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 6 mm TMT ബാറുകൾ നിർമ്മിച്ചത് കള്ളിയത്ത് ഫാക്ടറിയിലാണ്. 6 mm BIS സർട്ടിഫിക്കേഷൻ കിട്ടിയ ആദ്യത്തെ കമ്പനിയും കള്ളിയത്ത് തന്നെ. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ TMT കമ്പികളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തന്ന സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു വീടിൻ്റെ നട്ടെല്ലായ TMT ബാറുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത് പാലക്കാട് കഞ്ചിക്കോടുള്ള കള്ളിയത്ത് TMT കമ്പനിയാണ്. അവർക്കുള്ള നന്ദി ബഡ്ജറ്റ് ഹോംസിലൂടെ അറിയിക്കുന്നു. ബഡ്ജറ്റ് ഹോംസിൻ്റെ പുതുമ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ, ദിസ് ഈസ് അപർണ ഷിബിൻ സൈനിങ് ഓഫ്.